ഹലോ ഗെയ്സ്, രാവിലെ തന്നെ എങ്ങോട്ടാണ് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കാണ്. ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും ഹോസ്പിറ്റൽ വൈബ്. എന്തായാലും ഹോസ്പിറ്റലിൽ പോയത് ഇവളെയും കൂട്ടിയാണ്. ഭയങ്കര ബഹളമായിരുന്നു. രാവിലെ തന്നെ ബഹളവുമായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ ഇതാ ഇങ്ങനെ ജനലിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അവളോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ ഇങ്ങനെ കയറി ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവൾക്ക് പറയുക അവൾക്ക് കാഴ്ചകൾ കാണാനാണെന്ന്. അപ്പോൾ എന്തായാലും ഒരു ഉഴുന്നുവടയൊക്കെ കഴിച്ച് അവൾ കാഴ്ചകളും കണ്ടത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ വണ്ടി അങ്ങോട്ട് പോയപ്പോൾ എന്നോട് ചോദിക്കുക ഈ വണ്ടി എവിടോട്ട് പോവാന്ന്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതാ വേസ്റ്റ് ഇടുന്ന ഒരു കുപ്പി മോഡലിലെ സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ആ ചോദ്യം അതെന്തിനാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പം എന്തായാലും ചീട്ടെടുക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ചീട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സമയമായി കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ചീട്ട് ഞങ്ങൾക്ക് എടുക്കണമായിരുന്നു കേട്ടോ, എനിക്കും കാണിക്കണമായിരുന്നു. പിന്നെ കാത്തൂസിൻ്റെ ചെക്കപ്പായിരുന്നു. അവൾക്ക് അഡിനോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് അഡിനോയിഡിൻ്റെ ചെക്കപ്പിന് വന്നതാണ്. അപ്പം ഞങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിനൊക്കെ. സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലാണ് അവൾ ഓടുന്നത് കേട്ടോ. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ലെങ്കിലും എങ്ങോട്ടൊക്കെയോ ആൾ ഓടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ കൂടെ നടത്തിക്കൊണ്ട് പോവുകയാണ് ആളിനെ. അപ്പോൾ ഇതാ ഒരു സ്റ്റെയർ കയറാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോയെങ്കിലും അതിൻ്റെ പറ്റിയിലെത്തിയപ്പോൾ ആളുടെ സ്വഭാവം മാറി. ഇതാ പൊത്തോ എന്നും പറഞ്ഞൊരു വീഴ്ചയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ചടഞ്ഞ് പിഴഞ്ഞൊക്കെ നടന്ന് ഞങ്ങൾ ഒരുവിധം ഞങ്ങൾ ചീട്ടിനോ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥലത്തെത്തി കേട്ടോ. ചീട്ട് എടുക്കുന്നതൊരു ചടങ്ങ്, അത് കഴിഞ്ഞ് അവിടെ നമ്പർ ഇടിയിക്കേണ്ടതൊരു ചടങ്ങ്, അത് കഴിഞ്ഞ് നമ്മുടെ ടോക്കൺ വിളിക്കുന്നത് ഒരു ചടങ്ങ്. അങ്ങനെ ഒത്തിരി ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അടുത്ത് അത്രേ പഥ്യമുള്ളത്. എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളും സിറ്റുവേഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഫൈനലി അവർ നമ്മളെ ഇങ്ങോട്ടേക്കായിരിക്കും റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇവിടേക്ക് എത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാത്തു ഓരോരോ കാര്യങ്ങളും കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പോയി എൻ്റെ ചീട്ടിൻ്റെ നമ്പറൊക്കെ ഇടിയിച്ച് കൊണ്ടുവന്ന് ഞാനും ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അമ്മയും മകളും അപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങളുടെ ടോക്കൺ വിളിച്ചത്. ഫസ്റ്റ് വിളിച്ചത് കാത്തൂനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ആദ്യം തന്നെ ഡോക്ടറിനെ കാണാൻ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഇപ്പം ഞങ്ങളുടെ സൈഡിലല്ല, അവൾ വേറൊരു സൈഡിലേക്കൊക്കെയാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അത് പറിച്ച് വലിച്ച് കീറിയിട്ട് നിന്നിട്ട് അവസാനം ഞങ്ങൾ വഴക്ക് പറഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് നാണിച്ച് വരുവാണ്. അത് ഈ ഡോക്ടറിനെയാണ് കാത്തു കാണിക്കാൻ കയറിയത്. അങ്ങനെ അവൾ ഡോക്ടറിനെ കാണിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനെ കാണിക്കാൻ കയറി. അതൊരു ചടങ്ങായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റിയത്. എത്ര നേരം എടുത്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കുറേ സമയം ഞങ്ങളവിടെ കാത്തു കെട്ടി നിന്നിട്ടൊക്കെയാണ് എനിക്ക് ടോക്കൺ നമ്പർ വിളിച്ചത്. അങ്ങനെ അവസാനം ഞാനും ഡോക്ടറിനെ കാണിച്ച് ഇറങ്ങി ഒരു സമയമായി കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ നിന്നു. മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൗണ്ടറിൽ നിന്ന് നൈസായിട്ട് എൻ്റെ മരുന്നും കൂടെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കാത്തുമായിട്ട് നിന്നപ്പോൾ ഒരു അമ്മച്ചിത ഒരു പ്രാർത്ഥന ബുക്കൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൾക്ക് വേഷം കെട്ടിളകിയിട്ട് വീണ്ടും അവളുടെ അമ്മയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പൊതിച്ചോറൊക്കെ വാങ്ങിച്ചേ. പൊതിച്ചോറ് വാങ്ങിച്ച് തുറക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെ കറികളാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ശ്രീജയുടെ പൊതിയിലുണ്ടായിരുന്നത് മുട്ട വറുത്തത്, പിന്നെ ചീരത്തോരൻ, പിന്നെ അച്ചാറ്, കോവിക്കാൻ മെഴുക്കുവരട്ടിയൊക്കെയായിരുന്നു. എൻ്റെ പൊതിയിലുണ്ടായിരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും ഗൈസ്. എനിക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ആയിരുന്നു എൻ്റെ പൊതിയിലുണ്ടായിരുന്നത്. മീൻ വറുത്തത്, ചിക്കൻ കറി എസ്പെഷ്യലി, പിന്നെ നമ്മുടെ അച്ചാറ്, ബീട്രൂട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ എന്തായാലും രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ട് അത് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 3 മണി കഴിഞ്ഞു ഗൈസ്. പിന്നെ നേരെ ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയി. ചായ ഇല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ജ്യൂസാണ് കുടിച്ചത്. അങ്ങനെ കാത്തൂന് ജ്യൂസും എനിക്ക് ചായയൊക്കെ വാങ്ങിച്ച് ശ്രീജ തന്നു. അത് കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ് അടുത്തത്. അങ്ങനെ നമ്മൾ നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പോകുമ്പോൾ ഈ ചായ കുടിക്കാൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ചപ്പോൾ നോക്കുന്ന ഒരു കൊക്ക് നിൽക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ അത് ഒരാൾ കാത്തൂൻ്റെ ജ്യൂസും ചായയും ഒക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് നല്ല കാറ്റുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് വീഴാൻ പോയതാണ് കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് എന്തോ പനയാന്ന് തോന്നുന്നു കേട്ടോ.
ഇങ്ങനെ നിൽക്കുന്നത്. കൊള്ളാം എന്തായാലും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയ വഴിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ്. അവളുടെ സ്വഭാവം തന്നെ കണ്ടില്ലേ, വളരെ ഭീകരാത്മകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്തായാലും അമ്മയുടെ മകളുടെ ബഹളം കണ്ടിട്ട് ഞാൻ ആകെപ്പാടെ ശോകമുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു ദിവസം തന്നെ പോകുന്ന സംഭവമാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറിയിരിക്കുമ്പോൾ നാടകങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നുകൊണ്ടും ബസ് സ്റ്റാർട്ടാക്കാഞ്ഞത് കൊണ്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും 3 പേരും, 2 പേരല്ല 3 പേരും കൂടെ ഉള്ള ഒരു മേട്ടായിരുന്നു അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ബസ്സിനകത്ത് ഇങ്ങനെ നാടകമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് വീട്ടിലേക്ക് പോന്നു ഗൈസ്.